Welcome to our channel. ഹായ് കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാലോ നമ്മുടെ വിഷുക്കാലമൊക്കെ ആയില്ലേ. നമ്മളെല്ലാവരും വിഷുവൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ടാവുമല്ലോ. വീട്ടിൽ വിഷുക്കണിയൊക്കെ ഒരുക്കി നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കി നമ്മളെല്ലാവരും വിഷു നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്നുണ്ട്. ഞങ്ങളും ഇതാദ്യമായിട്ടാണ് കേട്ടോ വിഷുക്കണി ഒരുക്കാൻ പോകുന്നത്. ഇത്രയും കൊല്ലം ഞങ്ങൾ വിഷുക്കണിയൊന്നും ഒരുക്കിയിരുന്നില്ല. ഞങ്ങൾ ആദ്യത്തെ കൊല്ലമാണ് ഞങ്ങൾ വിഷുക്കണി ഒരുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. എല്ലാവരും കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് അഭിപ്രായം കമൻ്റായിട്ട് ഇട്ടോളൂ. നമ്മളിത് വിഷുക്കണി ഒരുക്കാനായിട്ട് ആദ്യം തന്നെ ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉരുളി, പുതിയൊരു ഉരുളിയൊക്കെ വാങ്ങിച്ചു കിട്ടുക. നല്ല ഭംഗിയുള്ള നല്ല ഉരുളിയൊക്കെ വാങ്ങിച്ച് അതിൽ മഞ്ഞ കളറ് പട്ടമൊക്കെ വിരിച്ചു. അതുപോലെ തന്നെ ഉരുളിയിൽ കൃഷ്ണൻ്റെ പുറത്താണ് വെച്ചിരുന്നത്. അപ്പോൾ കൃഷ്ണനെ പുറത്ത് വെക്കാനായിട്ട് ഒരു പലക എടുത്ത് അതിലും മഞ്ഞ പട്ടമൊക്കെ വിരിച്ച് അത് റെഡിയാക്കിയിട്ടാണ് ഉരുളിയിലും പലകേമയും എല്ലാം നല്ല മഞ്ഞ പട്ടമൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ട് അതിനകത്തേക്ക് നമുക്കറിയാമല്ലോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയല്ലേ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫ്രൂട്ട്സ് ഓരോന്നായി ചക്ക വെച്ച് മാങ്ങ, മുന്തിരി, 2 തരം ആപ്പിള്, പഴം, ഓറഞ്ച്, അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്കൂടെ കണിക്കൊന്ന പൂവും പൂക്കളൊക്കെ ഇട്ടു. അതിന് ശേഷം നമ്മൾ കൃഷ്ണൻ്റെ വിഗ്രഹം എടുത്ത് ബാക്കിൽ വെച്ചിട്ട് മയിൽപ്പീലി അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് മയിൽപ്പീലി ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അതൊക്കെ വെച്ച് കൃഷ്ണൻ രൂപത്തും ഒരു മാലയൊക്കെ ഇടിയിച്ച് അങ്ങനെ നമ്മൾ കണി റെഡിയാക്കി. എല്ലാ ഫ്രൂട്ട്സൊക്കെ വെച്ച് കൃഷ്ണൻ ഒരുക്കി പൂമാലയൊക്കെ ഇടിയിച്ച് നല്ല ഭംഗിയിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വിഷുക്കണി ഒരുക്കിയിട്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ അടുത്ത് നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് കണിയുടെ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലെ വിഷുക്കണി ഇങ്ങനെ തന്നെയാണ് ഒരുക്കിയെന്നൊക്കെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷുക്കണി വെച്ചത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.